experience. ക്ലീറ്റോ, ഇത് എവിടെ പോയി കിടക്കുക? ക്ലീറ്റോ, ഈ ചായ എന്നെ കൊണ്ട് എന്തിനു എടുപ്പിച്ചേക്കണ ക്ലീറ്റോ? സാറേ അതെ നമ്മള് അല്ല ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറേ. ആ ഇല്ല സാറേ അത് അല്ല അല്ല എല്ലാവരും എത്തും. ഓ ഈ ചായ എന്തിനു എടുപ്പിച്ചേക്കണ നിങ്ങള്? ഓ അല്ല മീറ്റിങ്ങിന് വരുമ്പോൾ ഇപ്രാവശ്യം എന്തായാലും എല്ലാവരോടും കൃത്യമായിട്ട് പറയും. ചായ ചായ എന്ന് പറഞ്ഞു പറയാം. ഓ സാർ സാർ മാറ്റി കഴിഞ്ഞൊരു കുഴപ്പമില്ല. എന്നാ എടുക്കുമ്പോ ഇച്ചിരി ചൂടാറിപ്പോയാൽ മനസ്സിലാക്കി. ആ ശരി സാർ ശരി സാർ ശരി. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വിവരം അറിയിക്കാം സാർ. വാട്സപ്പ് ചെയ്യാം. ഓ സാർ 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 അപ്പുക്കുട്ടി സാർ വിളിച്ചു സാറെന്താ ചായ കേട്ടിട്ടില്ലേ? ഓ അപ്പുക്കുട്ടി സാറിന്റെ മാനത്തുനിന്ന് അതെ ഇത് ചായ ഒന്ന് ചൂടാക്കാം അല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഉണ്ടാക്കാം. അപ്പുക്കുട്ടി സാർ വിളിക്കുന്ന സമയത്ത് സംസാരിക്കണം. അല്ലെങ്കിൽ ഇച്ചിരി ചായ എടുക്കുമ്പോ ഇച്ചിരി ആറിപ്പോയാൽ മനുഷ്യനെ കൊല്ലും. എന്തോ വേണ്ട കഷായം പോലെ ഉണ്ട്. ലൈറ്റ് ഒരു കട്ടനൊക്കെ ഇടുമ്പോഴത്തേക്കാ ഇത്ര കൃത്യതയിൽ എടുക്കണമെങ്കിൽ ഇതേ അവിടെ ചായപ്പൊടിയും വെള്ളവും ആയിക്കോട്ടെ. അതാണ് നല്ലത്. എല്ലാം അവനവൻ ഉണ്ടാക്കി കഴിക്കണതാണ് നല്ലത്. എടി ഇത് എന്താ നോക്കിയടി മുത്തേ? എന്താ ഇതെന്താ ഇത്? എന്തിന്റെ മുട്ടയാന്ന് തോന്നണത് ദൈവമേ. ഇതെന്താടി ഇത്? എനിക്കറിഞ്ഞു ഞാൻ ഇതിൽ ഗവേഷണം നടത്തിയിട്ടില്ല. പിന്നെ ഞാൻ നടത്തിയിട്ടുണ്ട്. നീ പഠിക്കുന്ന കുട്ടിയല്ലേ, ഇതൊക്കെ പഠിക്കുക എന്തെങ്കിലും ഇതാണെന്നൊക്കെ അന്വേഷിക്കുക. ഞാൻ ഇതിന് പിടിക്കണം. ഇതെടുത്ത് കള വിഷമായിരിക്കും. പിന്നെ അവിടെ പിള്ളേര് മാത്രമേ ഉള്ളൂ. നീ അത് നോക്കിയിരിക്കാതെ ചെന്നൈ. പിന്നെ എന്നെ ഇവിടെ കിടന്ന് വിളിക്കരുത്, ഞാൻ അവിടെ ഇരിക്കും. വൈകിട്ട് വരുന്നോളാം. എന്റെ പൊന്നെ ആ ശരി. കഴിക്കാനൊന്നും വരുന്നില്ലേ? അവൻ നമ്മളെല്ലാരും കൂടെ വരാം. അല്ലേ അവള് ലില്ലിയോടെ പോയി. അവള് ഡാൻസ് ക്ലാസ്സിലെ പിള്ളേരെയും കൊണ്ട് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി. ഓ അത് ഇന്നാണോ പോകുന്നു പറഞ്ഞില്ല? ആഹാ അത് ശരി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവള് അങ്ങോട്ട് പാലായിക്ക് പോകുന്നു പറഞ്ഞു ഡാഡി. അപ്പൊ അടുത്തോട്ട് ഒരാഴ്ച അവളെ നോക്കണ്ട. പപ്പ അവളെ പിടിച്ച് ചേർത്തും. അവളെ വിടൂല. പിന്നെ ക്ലീറ്റ പറ. അല്ല ഞാൻ പറഞ്ഞത് അവളില്ലെങ്കിൽ പിന്നെ പിള്ളേർക്ക് കൂടെ ഭക്ഷണം ഉണ്ടാകാനേ. അയ്യോ ഞാൻ നമുക്ക് മാത്രം ഉണ്ടാക്കിയുള്ളല്ലോ. പോ ക്ലീറ്റോ, എനിക്കറിയാൻ പാടില്ല. എന്റെ പിള്ളേരല്ലേ. നിങ്ങൾ അപൂർവ സഹോദരിമാരാണല്ലോ. എല്ലാം പ്ലാൻഡ് ആയിരിക്കുമല്ലോ അല്ലേ? അതെ. എനിക്കല്ലെങ്കിൽ ഒരു ആവശ്യം വന്ന അവളെ ഉണ്ടാവുള്ളൂ. ആ പിന്നെ അമ്മാവും വരുന്നുണ്ട്. എന്ത് രാവിലെ? ഇന്നലെ മെനഞ്ഞാതല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോയത്? അത് അമ്മായി അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് പോണല്ലേ. ഇപ്പൊ എന്താ അമ്മായി ഉണ്ടോ? അതാ അമ്മായി എറണാകുളത്ത് പോണു. അപ്പൊ അമ്മായിനെ ബസ് കയറ്റി വിട്ടിട്ട് അമ്മാവിന് ഇങ്ങ് വരാന്ന് പറഞ്ഞു. സുഖ ജീവിതം. പിള്ളേരും ഇല്ല, ആരും ഇല്ല, ചോദിക്കാനും പറയാനും രണ്ടുപേർക്കും ഇഷ്ടം പോലെ തോന്നിയെടുത്ത് കറങ്ങി നടക്കുക എങ്ങനെ അല്ലേ? ഫ്രീ ബേർഡ്സ്. അങ്ങനെ കഥ നല്ലായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. എന്തോ അതായിരുന്നു നല്ലതെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. ഇനിയാവാം. ഓ ഇനിയിപ്പോ ഫ്രീ ബേർഡ് ആയിട്ട് നടക്കാൻ വർത്താനം പറഞ്ഞോണ്ടിരുന്നാലേ. പിന്നെ അൻസാർ വിളിക്കും. വിളിക്കണമെങ്കിൽ ഒന്ന് എടുത്ത് പറയണം. ഞാൻ കുളിക്കാൻ കയറി കുളിച്ച ഉടനെ ഇത് അങ്ങ് ഇറങ്ങും. അവിടെ എത്തുമെന്ന് പറഞ്ഞാൽ മതി. വിളിക്കുമേ. ചിലപ്പോ ഇനി കുളിച്ചോണ്ടിരിക്കും വിളിക്കണമെങ്കിൽ. ആ തോർത്തൊക്കെ എവിടെ? സോപ്പുണ്ടോ അവിടെ? അങ്ങനത്തെ വേണ്ട മോനെ, പട്ടുസാരി പോലത്തെ നോക്ക്. അമ്മ ഇത് കൊള്ളാം അമ്മ. പക്ഷെ കൊള്ളായിരുന്നു. വല്ലപ്പോഴല്ലേ എടുക്കുന്നേ. പിന്നെ ഒന്ന് പോയേ, അത്രയും വിലയുടെ ഒന്നും വേണ്ട. അമ്മ ഈ കുറഞ്ഞ സാരി 2 എടുക്കണേക്കാട്ടിയും ഇത് 1 എടുക്കും ഒരു വർഷത്തേക്ക്. വേണ്ട, നമുക്ക് ഒരുപാട് കൂടിയതും വേണ്ട ഒരുപാട് കുറഞ്ഞ ഒരു ഇടത്തരമൊക്കെ. പക്ഷെ നല്ലതാണ്. അങ്ങനെയൊക്കെ നോക്കിയാ പിന്നെ ഓഫറൊക്കെ വരണം. പിന്നെ ഓഫർ പിന്നെ അങ്ങനത്തെ കളറൊന്നും നോക്കിക്കേ. വൈലറ്റ് കളർ ഇതിനും ആ റേറ്റിന്റെ അടുത്തല്ലേ? ദൈവമേ, ഇത് കാശില്ലാത്ത ഇതുണ്ട്. ഇതെന്നാടാ? അതവർ ഇട്ട് കാണിച്ചതിനെ കണ്ട നല്ല രസമുണ്ടത്. സൂപ്പർ ആയിരിക്കും. വേണ്ട, വേറെ നോക്കാല്ലോ. ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ടെന്ന് നീയല്ലേ പറഞ്ഞത്? പട്ടി പിടിച്ചിട്ടാ? എന്താ ആരെല്ലാം അടിക്കി ഒട്ടിച്ചോ? ആ എന്താണ് അവിടെ ഉള്ളത് നോക്കിക്കേ. അമ്മായി എന്തെങ്കിലും ചെയ്താ? ചീരപ്പടുത്ത് അടിയുണ്ടാക്കിയായിരിക്കും.
എന്റെ അമ്മാവ് അത് വിറ്റ് എന്തെങ്കിലും കളയും എന്നീ അടിയും വഴക്കും. അതൊന്നല്ല കുട്ടിയെ. പിന്നെന്നാ? പിന്നെന്താ? എന്താന്ന്? ഒരബദ്ധം പറ്റിയിട്ട് കുട്ടിയെ. ഞാൻ എന്നത്തെ പോലെ വീട്ടിൽ നിന്ന് വരുമ്പോ ബസ് കയറിയിട്ട് ആ ബേക്കറി ജംഗ്ഷനിൽ വന്ന് ബസ് ഇറങ്ങി ഇങ്ങോട്ട് വരാൻ വേണ്ടി ഓട്ടോറിക്ഷ നോക്കുമ്പോ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു ഓട്ടോറിക്ഷ ഇല്ല. പിന്നെന്താ അവിടെ നിന്ന് മുതൽ ഓടുവാണോ? അല്ല, അപ്പൊ ഞാൻ വരുന്നൊരു ബൈക്കുകാരന് കൈ കാട്ടി. അപ്പൊ ഹെൽമെറ്റ് വെച്ചിട്ട് ഏതൊരു ചെക്കൻ വണ്ടി നിർത്തി. ബാക്കിൽ ഹെൽമെറ്റില്ല, സോറി ഇരുത്താനൊന്നും പറ്റില്ല കേട്ടാ, കേസാവും. പിന്നെ പ്രായത്തിലായതല്ലേ കയറിക്കോന്നൊക്കെ പറഞ്ഞ് അവന്റെ പ്രായം കണ്ടിട്ട് അവൻ എന്നതിൽ കയറ്റി. ഞാന് അങ്ങനെ അവന്റെ വണ്ടിയിൽ വരുമ്പോ ആ പാങ്ങോട് മാർക്കറ്റിന്റെ അവിടെ വെച്ചിട്ടടാ ആ ചെക്കൻ മുമ്പിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ അരി കൂടെ നടന്നുകൊണ്ട് അവിടെ വണ്ടി സ്ലോ ആയിട്ട് ആ പെൺകുട്ടിയുടെ സ്വർണ്ണ ചൈന പിടിച്ചു വലിച്ച് ആ പെണ്ണ് നിലയും വിളിയും കുട്ടി ഇപ്പം എപ്രാളത്തില് വണ്ടി ഓഫായി. ഇവൻ ഈ ചൈനായിട്ട് ഒരൊറ്റ ഓട്ടം. ആൾക്കാർ അവിടുന്ന് ഇവിടുന്നൊക്കെ കൂടിയപ്പോ ഞാനൊരൊറ്റ ഓട്ടം വെച്ചു. അത് ശരി, ബൈക്കിന്റെ കൂടെ വന്ന ഞാളാണ് ഞാൻ. ആ പെൺകുട്ടിക്ക് അറിയില്ലേ? ആ പെൺകുട്ടി അത് പറഞ്ഞ ആൾക്കാരോട് പറഞ്ഞ ഞാൻ അവന്റെ കൂട്ടത്തിലുള്ളതെന്ന് പറഞ്ഞ എന്നെ തല്ലില്ലേ? എന്നാലും അമ്മാവനല്ലേ, അമ്മാവനെ കണ്ട എല്ലാവർക്കും അറിയാലോ. പക്ഷെ ആ സ്ഥലത്ത് ഈ പെൺകുട്ടിക്ക് എന്നെ അറിയില്ല. പിന്നെ ബൈക്കിൽ വന്ന ആള് ഞാൻ ബൈക്കിൽ വന്നല്ലേ, ആ കുട്ടിയത് പറഞ്ഞ നാട്ടുകാരന്റെ തല്ലില്ലേ? ആരെങ്കിലും കണ്ട ഓടണത്? എന്നെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ മിണ്ടണ്ട, ആൾക്കാര് കാണൂലേ ഈ ഓടാതിരുന്നെങ്കിൽ. ഇതപ്പൊ തന്നെയല്ലേ, കുഴപ്പമില്ല. നല്ലത് ഏതവനത് ഏതറിയില്ല. പക്ഷെ ഈ കുട്ടിക്ക് സംശയം തോന്നിട്ട് ഞാന് അമ്മാവനെ കണ്ടിട്ടില്ലെന്ന് ഉറപ്പാണോ? എന്നെ കണ്ടു, പക്ഷെ ആർക്കും മനസ്സിലായിണ്ടാവില്ല. എന്നാ പിന്നെ കുഴപ്പമില്ല. കണ്ടോ? കണ്ടിട്ടാവല്ലോ, കുട്ടി കണ്ടിട്ടോ. കനകം വരട്ടെ, അവനോട് പറയാം. ക്ലീറ്റോനോടൊക്കെ ഒന്ന് പറയും. ആദ്യം ഒന്ന് സമാധാനമായിട്ടിരിക്കപ്പോ. എങ്ങനെ പെൺകുട്ടി ഞാനുണ്ടെന്ന് പറഞ്ഞു. അത് അമ്മാവനെ മനസ്സിലായില്ല എന്നല്ലേ പറഞ്ഞേ? മനസ്സിലായിട്ടില്ല. പിന്നെന്താ കുഴപ്പം? അമ്മാവനോട് ചാരിച്ചിരുന്നേ. അയ്യോ ഈശ്വര, ഓരോ ദിവസം വരുന്ന ഓരോ വണ്ടി മേലെ നല്ല ഓട്ടോട്ട് വരുന്നവരെ അവിടെ കാത്തുനിന്നാ മതിയായിരുന്നു. ഒറ്റ ചെക്കന്മാരെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അമ്മാവാ എന്തിരിപ്പ ഇരിക്കണം അമ്മാവ? രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എന്തെങ്കിലും കഴിക്കാൻ. എന്തിനാ അമ്മാവൻ ഇങ്ങനെ പേടിക്കണം? അമ്മാവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഒരാളുടെ വണ്ടിയിൽ കയറി, അത്രയല്ലേ ഉള്ളൂ. അത് ഇത്രമാത്രം വിഷമിക്കണം എന്തിനാ? ഏത് കോടതി പറഞ്ഞാലും അമ്മാവൻ പറയാനുള്ളത് അവർ കേൾക്കും. പിന്നെ നമുക്ക് അങ്ങനെ ആരുടെയും മാലയൊന്നും മോഷ്ടിച്ചിട്ടൊന്നും വേണ്ട ജീവിക്കാൻ. എന്തൊരു പണിയാമാ! ഞാൻ എന്തോരം അവിടെ നിന്ന് വിളിച്ച് ഒന്ന് തിരിഞ്ഞു പോലെ നോക്കാത്ത എന്തൊരു പോക്കാ പോയെ. എന്തെങ്കിലും ഒരു ആവശ്യത്തിനല്ലേ വിളിക്കുന്നത്? നീ ഒന്നും മിണ്ടാതിരുന്നേ. ഓടിയത് അപ്പൂപ്പ മാല പറിച്ചോണ്ടോ? മാല പറിച്ചോണ്ടോ? ആരുടെ? ഒന്നുമല്ല, മാല പറിച്ചിട്ടുണ്ട്. നല്ല വെട്ടി ഞാൻ തരും കേട്ടോ. മാല പറിച്ചിട്ടുണ്ട്. അമ്മാവൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് നടക്കാൻ വയ്യാത്തോണ്ട് ആരുടെയോ ബൈക്കിൽ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ച് അയാള് കയറ്റി. പക്ഷെ അമ്മാവനായ വണ്ടി കയറി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവൻ ഏതോ ഒരു പെങ്കൊച്ചിന്റെ മാല പൊട്ടിച്ചോണ്ട് ഓടി. അറിഞ്ഞ അവിടെ എല്ലാവരും അവിടെ ആള് കൂടിയിരിക്കുക. ക്ലീറ്റമച്ചമ്മയും പ്രവർത്തകരോടെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ കനകമച്ചമ്മയും പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആരും കണ്ടില്ല എന്നല്ലേ പറഞ്ഞേ? അതറിയൂല്ലോ. പിന്നെ മാമൻ എടാ, അമ്മാവനിവിടെ ഉണ്ട്. ടെൻഷൻ അടിച്ചിരിക്കുവാ. എന്തോടാ? ഇല്ല, കഴിച്ചിട്ടില്ല. ശരി ശരി. എന്താ എന്താ കുട്ടിയെ? എന്തു? ഒന്നുമില്ല. ഈ കനകം വിളിച്ചതേ, അവിടെ ഈ CCTV ഒക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ അമ്മാവൻ ഓടണത് ഏതോ CCTV കണ്ടിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെന്നേ ഒന്ന് ഒപ്പിട്ടിട്ട് വരാൻ പറഞ്ഞു. ചെല്ല്.
ക്ലീറ്റോ ഇപ്പൊ വരും അമ്മാവനെ കൊണ്ടുപോവാൻ. എന്റെ അമ്മാവൻ നമ്മൾ എന്തിനാ പേടിക്കണേ? പേടിക്കണം. പൂജപ്പുര സ്റ്റേഷനിലോട്ട് എല്ലാനാ പറഞ്ഞേ. ഇത് ഒപ്പിടാനല്ല, ഇത് അറസ്റ്റ് ചെയ്യാനാ വിളിക്കുന്നത്. ഇനി പൂജപ്പുര ജയിലാക്കും. CCTV മുഖം വ്യക്തമായിട്ടുണ്ടല്ലോ, അതാണ് തെളിവ്. ഒന്നും മിണ്ടാതിരിക്കണ്ട റൊണാൾഡേ, അല്ലെങ്കിലേ ചത്തിരിക്കുവാണ്. ഇനി കൊല്ലണോ? ഇല്ല, പണ്ടാരാണ്ട് പറഞ്ഞ പോലെ മരുമോൻ പൂജപ്പുര പോലീസ് സ്റ്റേഷനിലും അമ്മ പൂജപ്പുര ജയിലിലും. അതേടാ, വൈകാതെ നീയും പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരും. റോസ്മേരി നിനക്കെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കാൻ പോകണം. എപ്പ അല്ല കൊടുക്കാൻ പോണ, അവള് വിളിച്ചിരുന്ന തന്നെ. ഉമ്മ എന്തെങ്കിലും ഒരു തീ പിടിച്ച അതിൽ പെട്രോളും കൂടെ ഒഴിച്ചോളണം. CCTV മുഖം തെളിഞ്ഞല്ലോ. ഒന്നുമില്ല, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ടാ. മാവ അവിടെ ഒന്ന് മൊഴി കൊടുക്കണം. ആ കനകം വിളിച്ച് ബാക്കിയെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വരാം. ഈ പ്രായത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് ഇനി ജയിലിൽ കിടക്കട്ടെ. പിന്നെ അമ്മാവൻ കുറ്റം ചെയ്തില്ലല്ലോ, നമുക്കത് പറയണല്ലോ. അത് പറയാനാണ് നമ്മൾ സ്റ്റേഷനിൽ പോണത്. ഞാനും വരണല്ലേ. അമ്മാവൻ ഇച്ചിരി കഞ്ഞെങ്കിലും കുടിച്ചിട്ട് പോകും. ഞാൻ എനിക്ക് എന്തോ ഒരു പരവേശം. ഒന്ന് ബാത്റൂം പോണം. ബാത്റൂം പോയിട്ട് പോയാൽ പറയാം. എന്നാ പോയിട്ട് വാ. മിക്കവാറും ഇപ്പൊ സ്റ്റേഷൻ ഡയറക്ടർ സെൻട്രൽ ജയിലിലോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയായിരിക്കും പോലീസുകാരെ. ഇതേ ഈ കേസിന്റെ വിധിയൊക്കെ വരാൻ ചിലപ്പോൾ കുറച്ച് വൈകും. പക്ഷെ ഗാർഹിക പീഡനത്തിന് കുറച്ചുകൂടെ പെട്ടെന്ന് അതിന്റെ വിധി വരുമെന്നാണ് പറയുന്നത്. തയ്യാറായി നിന്നോ കേട്ടാ. റോസ്മേരി അങ്ങനെ ചെയ്യൂലേ? നിന്നോടാ പറയണത്. അപ്പൊ പിന്നെ ആരുടെയും മാലയൊന്നും പൊട്ടിച്ചോണ്ട് ഓടിയിട്ടില്ല. എന്തെങ്കിലും കേട്ടോ ഉടനെ ഇനി അത് നാട്ടിലൊക്കെ ഇറങ്ങി നടന്ന് പറയേ. ഞാൻ ഈ പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞ കാര്യങ്ങളല്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്രിമിനൽ മൈൻഡ് ഉള്ളത് 20 വയസ്സ് വരെയുള്ള പിള്ളേർക്കും 40-50 വയസ്സിന് ശേഷമുള്ളവരാണ്. ഒരു തെറ്റായ നിമിഷത്തിൽ അമ്മാവൻ അങ്ങനെ തോന്നിയില്ല എന്ന് പുറപ്പുറാൻ പറ്റൂ. ഇനി അങ്ങനെ തോന്നിയില്ല എന്ന് വെച്ചോ, അവരിപ്പോൾ വിളിച്ചേക്കുന്നത് മൊഴി രേഖപ്പെടുത്തി ശരി മാമ വിടാനല്ല, റിമാൻഡ് ചെയ്യും. നേരെ കോടതി 14 ദിവസം കിടക്കണം. അറിയോ? നമ്മളെന്തേലും പറയുമ്പോൾ സ്നേഹമില്ലാത്ത പത്രങ്ങളിൽ നിന്ന് വായിച്ച അറിവ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയുള്ള കേസുകളിൽ പോയി ഒപ്പിടാൻ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ട്. പള്ളിപ്പെരുന്നാളിന് കുരിശിന്റെ അടിയടന്നപ്പോൾ മൊഴി രേഖപ്പെടുത്താനാന്ന് പറഞ്ഞ് വിളിച്ചു നടത്തിയപ്പോൾ ഇതേപോലെ 6 ദിവസം ഞാൻ ജയിലിൽ കിടന്നത്. അതുകൊണ്ടാ പറഞ്ഞേ. ഞാൻ ചിലപ്പോൾ അങ്ങനെ അല്ല ആന കഴിവാനായിട്ട് ഒന്നുമില്ലേ? എന്തായി? അമ്മാവനും വിളിച്ചോടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അമ്മാവന്റെ മൊഴി എടുത്തു. ആണോ? അപ്പൊ റിമാൻഡ് ചെയ്തില്ലേ? എന്ത് നിനക്ക് റിമാൻഡ് ചെയ്യണായിരുന്നാ? അല്ല വേണ്ട. ചെയ്യരുത്. എന്താടാ പറ. കൂടെ വരാഞ്ഞെന്താ നിന്റെ? അല്ല, അവര് വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ SI സ്ഥാനത്ത് പറഞ്ഞ കമ്മീഷൻ ഓഫീസ് വിളിച്ച് പറയിപ്പിച്ചായിരുന്നു. പിന്നെ മാത്രമല്ല അപ്പൂക്കൻ്റെ സ്ഥാനത്ത് ക്ലീറ്റോയും വിളിച്ച് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പ്രശ്നം കൊടുത്തിട്ടുണ്ട്. അപ്പം അന്വേഷണ വിധേയമായിട്ട് എപ്പോൾ വിളിച്ചാലും ചെല്ലാന്ന് എഴുതി വെപ്പിച്ചിട്ട് അമ്മാവനോട് ഇറക്കി വിട്ടു. അതാണ് പറയുന്നത്. അമ്മാവൻ വന്ന് കയറുമ്പോഴും നമ്മൾ ആരും ഒരുപാട് ടെൻഷൻ അടിപ്പിക്കരുത്. കാരണം മാനസികമായിട്ട് തകർന്നിരിക്കുകയാണ്. ഇപ്പൊ കുഴപ്പമില്ല, കുറച്ച് നമ്മളൊക്കെ കൂടെ ഉണ്ടെന്നുള്ള സന്തോഷം. ഒരു 500 എടുക്കാനുണ്ടാവോ? ദൈവന് കൊടുക്കാനോ? അവൻ കുറച്ചാൾ കൊടങ്ങാവളെ പോയി നിൽക്കട്ടെ. അവന് ചെറിയൊരു കൃമിയുടെ അസുഖമുണ്ട്. അവിടെ പോയി റോസ്മേരി കാണുമ്പോ അവന്റെ അസുഖം മാറിക്കോളും. അല്ല നീ പേടിക്കുന്നൊന്നും സംഭവിച്ചില്ലല്ലോ. സ്വാധീനം കൊണ്ട് ഇത്ര എത്തിച്ചില്ലേ? സ്വാധീനം കൊണ്ടാടാ? അല്ല അങ്ങനെ ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞു. അമ്മാവൻ തെറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനേ ഒന്ന് കുളിക്കട്ടെ, ഭയങ്കര ചൂട്. കൊടങ്ങാളെ മാതാവേ ഒന്നും സംഭവിക്കല്ലേ മാവന്. അമ്മാവാകെ പേടിച്ചു പേടി. എനിക്ക് ഒരു റെസ്റ്റോറന്റ് കയറി അല്പം ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. ഒന്നും വേണ്ട, കഴിച്ചിട്ടില്ല. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പച്ചവെള്ളം കുടിക്കാതെ ഇറങ്ങിയത്. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു നീ അവിടെ എന്തെങ്കിലും കഴിപ്പിച്ച് സാവകാശം മരുന്ന് കഴിക്കണല്ലേ. 2 ദിവസത്തിനകം അവനെ പൊക്കി അവന്റെ മൊഴി എടുത്തില്ലെങ്കിൽ അമ്മാവന്റെ കഷ്ടത്തിലാവും. സത്യത്തിൽ ഈ അമ്മാവന് എന്തിന്റെ കുഴപ്പമായിരുന്നു? എപ്പോഴും 50 രൂപ ആട്ടോയ്ക്ക് കൊടുത്തിട്ട് അങ്ങനെയല്ലേ വരണത്. ഇത് പെട്ടെന്നൊരു പുതുമയായിട്ട് കണ്ടവൻ്റെ സ്കൂട്ടറിൽ കയറി ലിഫ്റ്റ് അടിച്ച് വരിക എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ. ഒരു വണ്ടി പോകുമ്പോഴത്തേക്ക് വണ്ടി കിട്ടിയില്ലെങ്കിൽ കൈ കാണിച്ച് നിർത്തും. ചെയ്തു പോയി, ഇനി വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെയുള്ള തലവേദനകളുണ്ടാവും. ക്ലീറ്റോ ഒന്നും മിണ്ടാതിരുന്നേ ക്ലീറ്റോ. കാരണം അമ്മ ഭയങ്കര മനസ്സ് വിഷമിച്ചിരിക്കുക. ഇപ്പൊ ഇവിടെ അമ്മാവ ഇല്ലല്ലോ.
ആ പിന്നെ നമ്മളും കൂടി കൂടെ നിന്നില്ലെങ്കിലോ? ഞാൻ പറയായിരുന്നു പൊതുവെയുള്ള കാര്യങ്ങളെ. പൊതുവെ പറയണ്ട. ഞാൻ പറയുന്നത് വെച്ചാൽ തൽക്കാലത്തേക്ക് അമ്മാവനോട് ഇതിനെപ്പറ്റി ആരും സംസാരിക്കാതിരിക്കുക. അത് തന്നെ. ഒന്നാമത് ഒരാൾ വിഷമിച്ചിരിക്കുന്നു. നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറയാതിരിക്കുക. അമ്മാവനെ ഇത് ബുദ്ധിമോശമായി പോയെന്ന് വിചാരിച്ചു. പിന്നെ പുള്ളിക്ക് എന്നെ അറിയാമല്ലോ, മലപ്പുറം ചെയ്താന്നും അല്ലല്ലോ ഇത്. ഈ പ്രതി എവിടെയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെന്ന് അന്വേഷിച്ച് പിടിക്കും. അല്ലെ, ഈ CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇവൻ ഓടിയിരിക്കുന്നത് ആ കവലയില്, സംഭവം നടന്ന കവലയുടെ ഒന്ന് ഇടതോട്ടുള്ള ഒരു കോളനി ഉണ്ടല്ലോ, അങ്ങോട്ടാണ് അവൻ ഓടിപ്പോയിരിക്കുന്നത്. ആ കോളനിയിലാണോ? അവിടെ ആണെങ്കിൽ നമ്മളെ പാർട്ടിയിലെ പിള്ളേരുടെ നൈസായിട്ട് ഞാൻ ഒരു ഇൻഫർമേഷൻ കൊടുക്കാം. അവന്മാരൊക്കെ ഒന്ന് സെർച്ച് ചെയ്യും. ലോക്കൽസ് ആകുമ്പോൾ കുറച്ചുകൂടി സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ഈ പോലീസ് ചെല്ലുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാവും ആള് കയറിയാ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനി അത് അങ്ങനെ കയറി തപ്പിയിട്ട് ഈ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ അമ്മാവന്റെ അവസ്ഥ എന്തുമായിരിക്കും? കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അമ്മാവനെയും കൂട്ടുപ്രതിയാക്കിയിട്ടേ FIR ഇറക്കാൻ പറ്റും. എന്റെ ദൈവമേ, അവൻ പറയണ്ടേ, അവൻ പറയണമല്ലോ അമ്മാവ ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രമല്ല അമ്മാവൻ ഒഴിവാക്കാൻ പറ്റും. അവൻ പറയൂ അങ്ങനെ? ഞാൻ പറയാം. പറഞ്ഞു വരുന്നത് അമ്മാവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇവനിത് അറിഞ്ഞപ്പോ മുതൽ ഇത് തന്നെയാണല്ലോ ചലച്ചോണ്ടിരിക്കുന്നത്. നിനക്ക് എന്തുവാടാ? എന്നിട്ട് അങ്ങോട്ട് പോടാ. ഇങ്ങനെ മര്യാദ ഇല്ലാത്ത ചെറുക്കൻ, ഇത് ഭയങ്കര ചെറുക്കൻ തന്നെ. അറിയാതെ നോക്ക്. ഞാനേ പാർട്ടിയിലെ പിള്ളേർക്ക് ഒരു മെസ്സേജ് ഇടാം. വേണമെന്ന് ഉറങ്ങിക്കൂടായിരുന്നോ? ഉറക്കം വരണില്ലടാ, നെഞ്ചിലകത്തീയ. ഇക്കണക്കിന് രാത്രി എൻ്റെ ഉറക്കം കളയോ? അതെന്താ അങ്ങനെ പറഞ്ഞ? അല്ല, അവര് പ്രത്യേകം പറഞ്ഞു ആര് രാത്രി അമ്മാവനും ഒന്ന് കൂട്ടു കിടക്കണം. അമ്മാവനോടാ ഞാൻ അവിടെ കിടക്കുന്നത്. അതാണ് എൻ്റെ മോൾക്കിനോടുള്ള സ്നേഹമാണത്. ഒറ്റയ്ക്ക് കിടന്ന് എന്തെങ്കിലും പറ്റിയാൽ വെച്ചിട്ട് അവള് കൂട്ടിന് എപ്പോഴും ആളെ വിടണണ്ട. ഇത് മക്കളുടെ മരുമക്കളുടെ സ്നേഹമൊന്നുമല്ല. അമ്മാവനൊരു ശുദ്ധ മനസ്സിലാ, നേരെ പോകും. അതുകൊണ്ട് മനസ്സിലാക്കാഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് അമ്മാവൻ്റെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ്. ഓടായിരുന്നു അങ്ങനെ സ്വത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്തെങ്കിലും കട്ടിട്ട് എന്നെ കൊല്ലല്ലേ? കൊല്ലത്തില്ല, കൊല്ലാതെ ഇങ്ങനെ കൊണ്ടുപോകും. ഞാൻ വെറുതെ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം കൊണ്ട് പറയുന്നേ. റോസ്മേരിക്ക് എൻ്റെ മക്കൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ, അവർക്ക് എൻ്റെ പൈസ മതി. അത് തന്നെ ഈ സംഭവം. അത് നിന്റെ പെരുമാറ്റദോഷം. അല്ലേ തന്നെ കനകമച്ചമ്പിക്ക് കൂടി ഇറക്കി കേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്തിനാ? പ്രമോഷൻ വേണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് ക്രീറ്റമച്ചമ്പി കൂടെ വയ്ക്കുന്നതിൻ്റെ കാര്യം എന്താ? ഇതിൻ്റെ പേര് സഹതാപ തരംഗം ഉണ്ടാക്കി 10 വോട്ട് കിട്ടണം. അവർക്കൊക്കെ ലക്ഷ്യമായ പ്ലാൻ ഉണ്ട്. അമ്മാവനത് അറിയത്തില്ല. എല്ലാവരും കണ്ണെന്ന് പറഞ്ഞാൽ ഒറ്റ പോയിട്ട് അമ്മാവൻ്റെ സ്വന്തം. നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നത് അമ്മ ഇവിടെ തൽക്കാലം കുറച്ച് ദിവസം ഒന്ന് ഒളിവിൽ പോകും. എന്നിട്ട് പൈസ എറിഞ്ഞ് നല്ലൊരു വക്കീലിനെ കണ്ട് കേസ് വാദിക്കുക. കേസ് വാദിച്ച് ജയിച്ചിട്ട് വിജയശ്രീലതയായിട്ട് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ കൈ നെഞ്ചും പിടിച്ച് വരിക. അല്ലാതെ ഇവരെ നമ്പി നിന്നുണ്ടല്ലോ. എന്തോ പറയണ്ട. ബീച്ചിൽ പോണോ? പാർക്കിൽ? സിനിമയ്ക്ക്? അതല്ല പിന്നെ സംഘം ചേർന്ന് വരേണ്ട കാര്യമില്ലല്ലോ. എന്ത് കാര്യം പറഞ്ഞു? എന്താ ചേട്ടാ പറയങ്ങോട്ട്. എന്താ പ്രശ്നം? എന്താണ്? എടാ ആരെങ്കിലും ഒരാൾ പറടാ. പിന്നെ നമുക്കൊരു കാര്യം പറയാനുണ്ട്. അത് മനസ്സിലായി, പറഞ്ഞോ. അച്ഛാ, എന്താ റൊണാൾഡോ അവനാണെങ്കിൽ അച്ഛനെയും ക്ലീറ്റാങ്ങളെ പറ്റി കുറെ കുറ്റം പറഞ്ഞു. ആരോട്? അപ്പൂപ്പനോട്. എന്താ പറഞ്ഞേ? നിങ്ങൾ രണ്ടുപേരെ കുറിച്ച് എന്തൊക്കെയോ എന്താ പറഞ്ഞത്? അത് പിന്നെ മാമനെ കൊണ്ടും ക്ലീറ്റോ ഡാഡിയെ കൊണ്ടും ഒന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ നല്ല കോടതി പോയിട്ട് അവിടെ ചെന്ന് എന്തൊക്കെയോ പറയാനാ. എന്നിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഇവര് കേട്ട് അതപ്പോ എന്റെ അടുത്തും അമ്മയുടെ അടുത്തും വന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു നിങ്ങൾ സംഭവം എന്താണ്? ഒന്നുമില്ല, അവന്റെ വായ അറിയാലോ റൊണാൾഡിന്റെ. ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കൂലേ, അപ്പൊ അതെന്തോ പറഞ്ഞതാ. എന്താടി പറഞ്ഞത്?
എന്ത് മാമനും ക്ലീറ്റർ ഡാഡിയൊന്നും വിചാരിച്ച നടക്കുകയൊന്നുമില്ല. അതിന്റെ കൂടെ എന്താണ് നീ അമ്മാവനെ സഹായിക്കുന്നത് നിന്റെ പ്രൊമോഷൻ ശരിയാവാൻ വേണ്ടിയിട്ടാണ്. ക്ലീറ്റോ സഹായിക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ അമ്മാവനോട് പറഞ്ഞു കൊടുക്കുന്ന പിള്ളേര് പറയുന്നു. അല്ല അവൻ എന്തിനു കുഴപ്പമാണത്? അതിനറിയാലോ, അതിന് ദേഷ്യം. അറിയാലെന്ന് പറഞ്ഞാലേ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞത് ഇല്ല, എന്റെ കൈന്റെ ചൂട് മാറിയും എല്ലാം വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ അതല്ലേ അളിയാ, ആ നമ്മുടെ പിള്ളേരും ഞാനും എല്ലാം കൂടെ കോളനി നിപ്പുണ്ട്. മറ്റവൻ അവിടെ വെട്ടിച്ചെറ ഡയമണ്ടില്ലേ, മറ്റേ വാറ്റുകാരായി, അവന്റെ വീട്ടിലുണ്ട്. ഉണ്ടാ? ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ ഇപ്പൊ വളഞ്ഞ് നിപ്പുണ്ട്. നീ എത്രയും പെട്ടെന്ന് നീ നിങ്ങളുടെ ടീമായിട്ട് ഇങ്ങോട്ട് പോരും. ആ ശരി, ഞാനിപ്പോ സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യാം. ഞാൻ നേരെ അങ്ങോട്ട് വരാം. ഓക്കെ. നിങ്ങളോട് ഉണ്ടല്ലോ? ഓക്കെ ഓക്കെ, ഞാൻ എന്താ വരുന്നു. ക്ലീറ്റ് വേണ്ടി വിളിച്ചത് മറ്റേ പ്രതി കോളനിയിലുണ്ടെന്ന്. ഞാൻ സ്റ്റേഷനിൽ പോയിട്ടെ, അല്ല ഞാൻ നേരെ അങ്ങോട്ട് പോകും. എന്നിട്ട് ഞാൻ സ്റ്റേഷനിൽ ഇപ്പൊ തന്നെ വിളിച്ചു പറയും. മറ്റേ പ്രതിയെ പിടിച്ച് മാല പൊട്ടിച്ചോണ്ട് പോയില്ലേ, അമ്മാനെ വണ്ടി കെട്ടിക്കൊണ്ടുപോയി. അവനെ പിടിച്ചു. കോളനിയുടെ ഏതോ ഒരു ഉള്ളിന്ന് കിട്ടി. കൊണ്ട് രണ്ടിടി പൊക്കൾ ആടെ കൊടുത്ത് അവൻ പറഞ്ഞു അമ്മാവൻ ലിഫ്റ്റ് കാണിച്ചതാ, പാതി വഴിക്കകത്ത് കയറ്റി അമ്മാവൻ ഇതൊന്നും അറിയത്തില്ലെന്ന്. ജയിലിൽ കിടക്കാനുള്ള യോഗമില്ല കേട്ടോ. അല്ല, അപ്പൊ ഇനി അമ്മാവൻ വേറെ വക്കീലിനെ കാണാൻ പോണ്ടേ? എന്തിന്? കൂട്ടുപ്രതി അല്ലല്ലോ, ലിസ്റ്റ് പോയല്ലോ. പക്ഷെ അമ്മാവൻ മറ്റേ പൂജപ്പുര ജയിലിൽ കിടക്കാന്ന് കൊതിച്ചൊക്കെ ഇരിക്കുവായിരുന്നു, വേറെ വക്കീലിനെയൊക്കെ പോയി കാണാം. അയ്യേ, അതിന്റെയൊക്കെ വല്ല കാര്യമുണ്ട്? അല്ലേ, ഇവിടത്തെ ഇവന്മാർക്ക് രണ്ടുപേർക്കും സ്നേഹം ഇല്ലല്ലോ. ഒരാള് മറ്റേ ഇത് നോക്കാൻ വേണ്ടിയിട്ട് വോട്ട് കിട്ടാനും, ഒരാള് മറ്റേ എന്താ സ്ഥാനക്കയറ്റം കിട്ടാനും വേണ്ടിയിട്ടല്ലേ മാമനെ സ്നേഹിക്കുന്നത്. അപ്പൊ മാമൻ ഇവിടുന്ന് പോവാണോ? ഒരു ആക്കല് മണക്കുന്നുണ്ടല്ലോ. മണക്കല്ല, ആക്കിയത് തന്നെയാണ്. എന്തിന്? എന്തിനാന്ന് മനസ്സിലായി? ഇനി പറയണോ? അറിഞ്ഞായിരുന്നല്ലേ? പിന്നെ നീ വന്ന് പറഞ്ഞിട്ട് വേണ്ടേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാൻ? അല്ല മാമ കുഴപ്പമില്ല. കുട്ടികളോട് വന്നിട്ട് വേണം എനിക്ക് പോകാനേ. വലിയ കാര്യത്തിന് വന്ന് പറഞ്ഞതാ. അല്ല എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഓ, അത് കാണാനുണ്ടായിരുന്ന കനകന്റെ കൈവാക്കത്ത് നിക്കണ്ട. ദേ വരുന്നുണ്ട്. എനിക്ക് വിഷമമുണ്ടായിരുന്നല്ലോ. അതെല്ലാവർക്കും മനസ്സിലായി. അയ്യോ, നിങ്ങളുടെ ചേച്ചിയുടെ മക്കളല്ലടാ, മക്കളില്ലാത്ത എന്റെ സ്വന്തം മക്കളെ. അയ്യോ, എന്നാലും ഞാൻ അങ്ങനെ ഒരു അപകടത്ത് പറ്റിയെന്ന് അറിഞ്ഞപ്പോ എന്റെ നരപരാധം തെളിയിക്കാൻ വേണ്ടിട്ട് രണ്ടാളും ഓടിച്ചാടി നടന്നല്ലോ. നമ്മളില്ലേ അമ്മാവന്? ഒന്നും പറയണ്ട. എന്റെ പൊന്നെ. അളിയാ, അളിയൻ ചോദ്യം ചെയ്യണോ എടുത്ത്? ആരാടാ നിന്റെ കൂടെ സ്കൂട്ടർ ഉണ്ടായിരുന്ന ആരാടാന്ന് ചോദിച്ചപ്പം അത് എൻ്റെ അമ്മയുടെ സഹോദരനാണ്, എൻ്റെ സ്വന്തം മാമനാണെന്ന്. ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു മാമന്റെ പേരെന്താടാന്ന് ചോദിച്ചു. പേരറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു പേര് ഗിരിരാജൻ എന്നാണ്, എന്റെ അമ്മയുടെ അങ്ങനെയാണെന്ന് പറഞ്ഞു. പക്ഷേ വേറെ വല്ല പരിചയമില്ലാത്തൊരാരെങ്കിലും ആയിരുന്നു ഇപ്പൊ എട്ടാണ് സ്റ്റേഷനിൽ കേട്ടോ. സാറല്ല സമാധാനായ? അല്ലെങ്കിൽ എനിക്കെന്താ സമാധാന കുറവ്? രണ്ടു മക്കളിങ്ങനെ ഇടംപോലെ നിൽക്കല്ലേ.